സുന്ദരമായ വെള്ളച്ചാട്ടങ്ങൾ കൊണ്ടും പരിസ്ഥിതി വൈവിധ്യങ്ങൾ കൊണ്ടും മത്സ്യസമ്പത്ത് കൊണ്ടും മനോഹരിയായ ചാലക്കുടി പുഴ. ഈ പുഴയുടെ ജലലഭ്യത മാത്രം ആശ്രയിച്ച് അലങ്കാര മത്സ്യങ്ങളെ വിരിയിച്ച് വിപണനം നടത്തുന്ന ചാലക്കുടി പുഴയുടെ തീരത്തുള്ള ഫാം ആണ് ഇത്. തൃശ്ശൂർ ജില്ലയിലെ കാടുകുറ്റി ഗ്രാമത്തിലാണ് ഈ ഫാം. നീണ്ട 20 വർഷക്കാലമായി അലങ്കാര മത്സ്യകൃഷിയിൽ വിജയം നേടിക്കൊണ്ടിരിക്കുന്ന നിഖിൽ ദാസ് എന്ന വീട്ടമ്മയാണ് ഈ സംരംഭക. ഇവിടെ പ്രധാനമായും ഓസ്കാർ ഇനത്തിലുള്ള അലങ്കാര മത്സ്യങ്ങളെ ബ്രീഡ് ചെയ്ത് വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത്. നന്നായി ഇണങ്ങുന്നവയും ഉടമകളെ തിരിച്ചറിയുകയും അവരോട് പ്രതികരിക്കുകയും ചെയ്യുന്ന പ്രത്യേകതയുള്ള മത്സ്യങ്ങളാണ് ഓസ്കാർ മത്സ്യങ്ങൾ. ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന ഗ്ലാസ് ടാങ്കുകൾ കൂടാതെ 80 സിമന്റ് ടാങ്കുകളിലും മീനുകളെ നിക്ഷേപിച്ചിരിക്കുന്നു. ഓരോ ടാങ്കിനും 8 അടി നീളവും 4 അടി വീതിയുമുണ്ട്. പല വലിപ്പത്തിലുള്ള ഓസ്കാർ ഇനങ്ങളായ ടൈഗർ ബ്ലാക്ക്, ആൽബിനോ വൈറ്റ്, ഫയർ റെഡ്, കോപ്പർ ഓസ്കാർ എന്നിവയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഓസ്കാർ എന്ന് പറയുമ്പോൾ 4 വെറൈറ്റി ആണുള്ളത്. ബ്ലാക്ക് ടൈഗർ, കോപ്പർ, ഫയർ റെഡ്, ആൽബിനോ ടൈഗർ. ഇപ്പൊ ഈ കാണുന്നത് ഫയർ റെഡ് ഓസ്കാറുകളാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ശരീരം ഫുള്ള് ചുമന്ന നിറത്തിലിരിക്കും, തല മാത്രം വെളുത്ത നിറത്തിലിരിക്കും. ആൽബിനോ ടൈഗർ എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഈ കിടക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റെഡ് കളർ പാച്ചസ് ആയിരിക്കും മേത്ത്, ഭൂരിഭാഗവും വൈറ്റ് കളർ ആയിരിക്കും അതിനുള്ളത്. ബ്ലാക്ക് ടൈഗർ ഫിഷ് എന്ന് പറയുന്ന ഓസ്കാർ എന്ന് പറയുന്ന ഫിഷ് ആണ് ഈ കിടക്കുന്നത്. ഇതാണ് ഒറിജിനൽ ആയിട്ടുള്ള ബ്രീഡ്, അത് വൈൽഡ് വെറൈറ്റി. ബാക്കിയുള്ളതെല്ലാനും ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. കോപ്പർ ഓസ്കാർ, ആൽബിനോ ടൈഗർ, ഫയർ റെഡ് എന്നൊക്കെ പറയുന്ന വെറൈറ്റികളൊക്കെ ഈ ആൽബിനോ ടൈഗർ ഓസ്കാറിൽ നിന്ന്, ബ്ലാക്ക് ടൈഗറിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ടുള്ളതാണ്. ഒറിജിനൽ വൈൽഡ് വെറൈറ്റി എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ടൈഗർ ആണ്. ഇനി ഒരു വെറൈറ്റിയാണ് കോപ്പർ എന്ന് പറയുന്നത്, അതായത് ബ്ലാക്ക് കോപ്പർ എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ബോഡി ബ്ലാക്കും, അതായത് തല മുതൽ അതിന്റെ ചിറകുകളൊക്കെ ബ്ലാക്ക് കളറും ശരീരം ചുവന്ന കളറിൽ, ഫുൾ ചുവന്ന കളറിൽ ഇരിക്കുന്നതാണ് കോപ്പർ ഓസ്കാറിന്റെ ഒരു പ്രത്യേകത. ഈ ഫാമിൽ വിരിയിക്കുന്ന കുഞ്ഞുങ്ങളെ തന്നെയാണ് ഇവിടെ വളർത്തി വിൽപ്പനയ്ക്ക് തയ്യാറാക്കുന്നത്. അതിനായി ഒരു ഇൻക്യുബേറ്റിംഗ് റൂം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ടാങ്കിൽ നിന്നും എടുക്കുന്ന മുട്ടകൾ റൂമിലെ ടബിൽ വെച്ചാണ് വിരിയിക്കുന്നത്. നമ്മളിങ്ങനെ കളക്ട് ചെയ്യുന്ന മുട്ടകളൊക്കെ വിരിയിക്കാൻ വെക്കുന്ന ഒരു ഇൻക്യുബേറ്റിംഗ് റൂമാണിത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുറത്തെ ടെമ്പറേച്ചർ എത്രയൊക്കെ മാറിയാലും, അതിപ്പോ ഒത്തിരി ചൂടായാലും ഒത്തിരി തണുപ്പായാലും ഇതിന്റെ ഉള്ളിൽ ഓൾമോസ്റ്റ് ഒരേപോലത്തെ ഒരു ടെമ്പറേച്ചർ ആയിരിക്കും. നമുക്ക് ഭയങ്കരമായ വേരിയേഷൻ ഒന്നും ഇതിൽ വരില്ല. അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ ടെമ്പറേച്ചറും ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതിൻ്റെ അകത്ത് സാധിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ മുട്ടയൊക്കെ വിരിയാൻ വെക്കുന്നത് ഈ റൂമിലാണ്. ഇവിടുന്ന് വിരിഞ്ഞ് ഒരു ദിവസം 2 ദിവസം ഫ്രീ സ്വിം ആയി കഴിയുമ്പോൾ ഞങ്ങൾ അക്വേറിയത്തിലേക്ക് മാറ്റാറാണ് പതിവ്.
ഇത് എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് കൈകൊണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. കാരണം ഇതുമ്മ ചെറുതായിട്ട് അണുക്കളൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മളത് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് മെഡിസിൻ സ്പ്രേ ചെയ്ത് ഈ ടബിൽ വെള്ളം നിറച്ച് ഇതിൽ വെക്കും. മുട്ടകൾ ടബിൽ വെച്ച് മെഥിലിൻ ബ്ലൂ ഉപയോഗിച്ച് നല്ല രീതിയിൽ വൃത്തിയാക്കുന്നു. ഇത് ഫംഗസ്, ബാക്ടീരിയ എന്നിവ മൂലമുള്ള ഇൻഫെക്ഷൻ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. 3 ദിവസമാകുമ്പോഴേക്കും മുട്ട വിരിയുന്നു. അടുത്ത 2-3 ദിവസങ്ങൾ കൂടി കഴിയുമ്പോഴേക്കും ഇവ സ്വയം സഞ്ചരിക്കാൻ തുടങ്ങുന്നു. ഫ്രീ സ്വിം ആകുന്ന കുഞ്ഞുങ്ങളെ ഗ്ലാസ് ടാങ്കിലേക്ക് മാറ്റുന്നു. ഇവിടെയും ആരംഭത്തിലുള്ള ലൈവ് ഫുഡ് തന്നെയാണ് തീറ്റയായി നൽകുന്നത്. ഇത് ചെറിയ മീനുകൾക്ക് കൊടുക്കുന്ന ബ്രൈൻ ഷ്രിമ്പ്, അതായത് അക്ടീമിയ എന്ന് പറയുന്ന ഫീഡാണിത്. ഇത് ലൈവ് ഫീഡാണ്. ഇത് നമ്മൾ ഡീക്യാപ്പ് ചെയ്ത് ഉപ്പുവെള്ളത്തിലാണ് ഇതിൽ നമ്മൾ ഹാച്ച് ചെയ്യാനിടുന്നത്. ഹാച്ച് ചെയ്ത് 3 ദിവസം വരെ നമുക്ക് ഇതിന് ലൈഫ് ഉള്ളൂ. 3 ദിവസം ലൈഫല്ല, ലൈഫുണ്ട്, പക്ഷെ പ്രോട്ടീൻ 3 ദിവസം വരെ നമുക്കിതിന് കൂടുതൽ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേശ്ശെ ഇത് ചാകാൻ തുടങ്ങും. അപ്പൊ 3 ദിവസം വരെ നമുക്ക് ഇത് വെക്കാൻ പറ്റുള്ളൂ. 3 ദിവസത്തിനുള്ളിൽ നമ്മളിത് ഫീഡ് ചെയ്ത് തീർക്കണം. ഇത് കൊടുത്താൽ മാത്രമാണ് ചെറിയ ഫിഷുകൾ സർവൈവ് ചെയ്യുള്ളൂ. നമ്മൾ പൗഡർ കൊടുത്താലോ അല്ലെങ്കിൽ ചെറിയ പെല്ലറ്റുകൾ കൊടുത്താലോ ഒന്നും ഫിഷ് സർവൈവ് ചെയ്യില്ല. പിന്നെ ഇതല്ലാതെ ഫിഷിന് കൊടുക്കുന്ന മറ്റു ഫീഡുകളുണ്ട്, മൊയിനയും ഇൻഫുസൂര്യ പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഫിഷിന്റെ ക്വാളിറ്റി കീപ്പ് ചെയ്യാനും കൂടുതൽ എണ്ണം കുഞ്ഞുങ്ങൾ കിട്ടാനും ബ്രൈൻ ഷ്രിമ്പ് കൊടുക്കുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. ഇത് ഇത്തിരി കോസ്റ്റ്ലി ആണ്, പക്ഷെ എന്നാലും നമുക്ക് കുഞ്ഞുങ്ങളുടെ എണ്ണം കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ബ്രൈൻ ഷ്രിമ്പ് തന്നെ കൊടുക്കണം. വീണ്ടും 1-1.5 ആഴ്ചയ്ക്ക് ശേഷം ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ സിമന്റ് ടാങ്കിലേക്ക് മാറ്റുന്നു. വലിപ്പത്തിനനുസരിച്ചാണ് ഓരോ ടാങ്കിലും നിക്ഷേപിക്കുന്നത്. ബ്ലാക്ക് ടൈഗറിന്റെ കുഞ്ഞുങ്ങളാണിത്. ഇത് ഏകദേശം 1 മാസം ആവാറായ കുഞ്ഞുങ്ങളാണ്. 4 മാസം വേണം ഇവര് 4 ഇഞ്ച് സൈസിലേക്ക് വരാൻ. 4 ഇഞ്ച് സൈസാണ് വിൽപ്പന ചെയ്യുന്ന സൈസ്. ഇതിപ്പോ ഏകദേശം 1 ഇഞ്ച് സൈസിലേക്ക് ആയ കുഞ്ഞുങ്ങളാണ്. അതായത് 1 മാസത്തിൽ 1 ഇഞ്ച് എന്നുള്ള കണക്കിലാണ് ഇവരുടെ വളർച്ച വരുന്നത്. പിന്നെ ഫീഡ് നമ്മൾ ഓട്ടോമാറ്റിക്കലി കൊടുക്കണോണ്ട് നമുക്ക് 4 മാസം തികച്ച് വേണ്ട. അതിനു മുന്നേ നമ്മുടെ മീനുകൾ 4 ഇഞ്ച് സൈസിലേക്ക് വരും. ഇതിപ്പോ 1 മാസമായ, ഏകദേശം 1 മാസമായ കുഞ്ഞുങ്ങളാണത്. ഇത് വിൽപ്പനയ്ക്ക് പാകമായ 4 ഇഞ്ച് സൈസുള്ള വൈറ്റ് ആൽബിനോ ടൈഗറിന്റെ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത്. ഇത്രയുമാണ് 4 ഇഞ്ച് സൈസ് എന്ന് പറയുന്നത്. അതായത് ഒരു കൈപ്പത്തിയുടെ പകുതിയോളം വരും. ഇത് വൈറ്റ് ആൽബിനോ ടൈഗറിന്റെ കുഞ്ഞുങ്ങളാണ്. വിൽപ്പനയ്ക്ക് പാകമായ കുഞ്ഞുങ്ങളാണത്. ഇത് ഏകദേശം 2 ഇഞ്ച്, അതായത് 2 മാസത്തിനടുത്ത് പ്രായമായ ബ്ലാക്ക് ടൈഗറിന്റെയും കോപ്പറിന്റെയും കുഞ്ഞുങ്ങളാണ് ഈ കിടക്കുന്നത്. ഈ മേത്ത് ഡിസൈൻ ഒന്നും ഇല്ലാത്തത് കോപ്പറിന്റെ കുഞ്ഞുങ്ങളും, മേത്ത് ഇങ്ങനെ ഡിസൈൻ ഉള്ളത് ബ്ലാക്ക് ടൈഗറിന്റെ കുഞ്ഞുമാണത്. ഇത് ഏകദേശം 2 മാസത്തോളം പ്രായമായിട്ടുണ്ട്. 4 ഇഞ്ച് പ്രായത്തിലുള്ള ബ്ലാക്ക് ടൈഗറിന്റെ കുഞ്ഞുങ്ങളാണത്. ഇതും വിൽപ്പനയ്ക്ക് പാകമായ മീനാണത്. ഇത് ഫയർ റെഡിന്റെ 4 ഇഞ്ച് സൈസായ കുഞ്ഞുങ്ങളാണ്. വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ പെല്ലറ്റ് സീഡാണ് ഇവയ്ക്ക് നൽകാറുള്ളത്. ചെമ്മീനാണ് നമ്മൾ മെയിനായിട്ട് ഈ ഫിഷുകൾക്ക് ഫീഡായിട്ട് കൊടുക്കുന്നത്. പിന്നെ പെല്ലറ്റ് ഫീഡും കൊടുക്കും. ചെമ്മീൻ കൊടുത്താൽ മാത്രമാണ് ഈ ഫിഷുകൾക്ക് ഈ കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പെല്ലറ്റ് ഫീഡ് മാത്രം കൊടുത്താൽ ഈ മീനുകൾക്ക് ഒരിക്കലും കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ പ്രോട്ടീനും കാര്യങ്ങളും പെല്ലറ്റ് ഫീഡിൻ്റെയിലും കൂടുതൽ എപ്പോഴും ചെമ്മീനും ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് മീൻ എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെമ്മീൻ എന്തായാലും കൊടുത്തേ പറ്റുള്ളൂ. ബ്രൂഡുകൾക്ക് ചെമ്മീൻ കൂടാതെ നമ്മൾ സ്പെഷ്യലായിട്ട് കുറച്ച് തീറ്റ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കും. ബ്രീഡിങ് സീസൺ ആവുമ്പോൾ നമ്മൾ ബ്രൂഡുകൾക്ക് അങ്ങനെയാണ് ഫീഡ് കൊടുക്കുന്നത്. അല്ലാത്ത സമയങ്ങളിൽ ബ്രൂഡിനും ഈ കുഞ്ഞുങ്ങൾക്കും 2 ഇഞ്ചിന് മേലോട്ടുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ചെമ്മീനും ആണ് ഫീഡ് ചെയ്യുന്നത്. 4 മാസമാകുന്ന മീനുകൾക്ക്
4 ഇഞ്ച് സൈസ് നീളം വരും. അപ്പോൾ അവ വിൽപ്പനയ്ക്ക് തയ്യാറാകും. കൂടാതെ ഇതിൽ നിന്ന് തന്നെ ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള മീനുകളെ ബ്രീഡിംഗ് പെയറാക്കി മാറ്റുന്നുണ്ട്. ഏകദേശം 1.5-2 വർഷമാകുമ്പോൾ ഇവ മുട്ടയിടാൻ തുടങ്ങും. സാധാരണയായി 3 സീസണായിട്ടാണ് മുട്ടയിടുന്നത്. നിലവിൽ വലിയ ടാങ്കിൽ 5 ജോഡിയും ചെറിയ ടാങ്കിൽ 4 ജോഡിയും ബ്രീഡിംഗ് പെയറുണ്ട്. ടാങ്കിലെ തന്നെ പ്രത്യേകമായി നിർമ്മിച്ച ഭാഗത്താണ് ഇവ മുട്ടയിടുന്നത്. ഈ ട്യൂബ് ലൈറ്റുകൾ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഒരാഴ്ച 1.5 ആഴ്ച പ്രായമായ കുഞ്ഞുങ്ങളെയാണ് ഇങ്ങനെ ഈ സിമെന്റ് ടാങ്കിലേക്ക് ഇറക്കി വിടുന്നത്. അപ്പൊ നമ്മൾ അവർക്ക് അപ്പോഴും ബ്രൈൻ ഷ്രിമ്പ് തന്നെയാണ് ഫീഡ് കൊടുക്കുന്നത്. അപ്പോൾ ബ്രൈൻ ഷ്രിമ്പുകൾ എപ്പോഴും വെട്ടമുള്ള സ്ഥലത്തേക്ക് അട്രാക്ട് ചെയ്ത് നിൽക്കും. എവിടെയെങ്കിലും വെട്ടം ഉണ്ടെങ്കിൽ എല്ലാവരും അവിടെ വന്ന് ഇങ്ങനെ കൂടി നിൽക്കലാണ് പതിവ്. അപ്പൊ ഈ സിമെന്റ് ടാങ്ക് ഇങ്ങനെ എപ്പോഴും ഇരുണ്ട് കിടക്കുന്നതുകൊണ്ട് ഈ ചെറിയ മീനുകൾക്ക് ഫീഡ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ട്യൂബ് ലൈറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ ഈ അട്ടീമിയ കുഞ്ഞുങ്ങള് ഈ ലൈറ്റിന്റെ അടിയിൽ എപ്പോഴും വന്ന് നിന്നോളും. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് എല്ലാം മാറി അവരവിടെ വന്ന് ഫീഡ് എടുത്ത് തിരിച്ചു പോകും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ട്യൂബ് ലൈറ്റുകൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ ഇവർ നേരെ ലൈറ്റിന്റെ അടിയിലേക്ക് ഓടി വരും. കണ്ട പയ്യെ വരണുണ്ടോ ലൈറ്റിന്റെ അടുത്തേക്ക്. അപ്പൊ നമ്മൾ ഫുൾ ടൈം ലൈറ്റ് ഓൺ ആയി നിൽക്കുമ്പോൾ അവർ ആ ലൈറ്റിന്റെ അടിയിൽ ഫുൾ ടൈം ഇങ്ങനെ നിന്നോളൂ. അപ്പൊ അവർക്ക് ഒത്തിരി ടെമ്പറേച്ചർ വേരിയേഷൻ ഒന്നും അവരങ്ങനെ ബാധിക്കുകയൊന്നുമില്ല. പിന്നെ ഈ ഫീഡും ലൈവ് ഫീഡാണല്ലോ കൊടുക്കണം. ലൈവ് ഫീഡും ഈ ലൈറ്റുമായിട്ട് ചുറ്റും ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ അവർക്ക് അല്ലെങ്കിൽ ഇവരിങ്ങനെ കറങ്ങി നടക്കുമായിരിക്കും, നമുക്ക് ഫീഡ് കിട്ടില്ല. അവര് ഉപ്പുവെള്ളത്തിൽ വളരുന്ന ഫീഡ് ആയതുകൊണ്ട് നല്ല വെള്ളത്തിലേക്ക് വീഴുമ്പോൾ കുറച്ച് നേരം 1/2 മണിക്കൂർ മാക്സിമം, അത് കഴിയുമ്പോൾ ഇത് ചത്തുപോകും. ഈ ഫാമിൻ്റെ 70% പ്രവർത്തനവും ഓട്ടോമാറ്റിക് സിസ്റ്റം വഴിയാണ്. രാവിലെ 6 മണിക്ക് ഫാം സ്റ്റാർട്ടായാൽ കൃത്യമായ ഇടവേളകളിൽ 5 പ്രാവശ്യം തീറ്റ നൽകാറുണ്ട്. ചെറിയ മീനുകൾക്ക് നേരിട്ടും മറ്റുള്ളവയ്ക്ക് ഓട്ടോമാറ്റിക് ഫീഡർ സംവിധാനം ഉപയോഗിച്ചുമാണ് തീറ്റ നൽകുന്നത്. ഓട്ടോമാറ്റിക് ഫീഡർ വഴിയാണ് ഇവിടെ ഫിഷുകൾക്ക് ഫീഡ് കൊടുക്കുന്നത്. ഈ ഫീഡർ വഴി ഞങ്ങൾ 5 നേരം ഫീഡ് കൊടുക്കാറുണ്ട്. ഇതിങ്ങനെ കുറേശ്ശെ വീണുകൊണ്ട് ഒന്നിച്ച് വീണ് എല്ലാം കൂടി കുതിർന്നു പോകുന്നില്ല. ഇവർക്ക് എപ്പോഴും ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് കുറച്ച് വീണുകൊണ്ട് അവരത് തീരുന്നതിനനുസരിച്ച് അത് കഴിച്ചോളൂ. നമുക്ക് ഫുഡ് അങ്ങനെ വേസ്റ്റ് പോകുമൊന്നുമില്ല. അതുകൊണ്ട് ഫീഡിന്റെ കോസ്റ്റ് നമുക്ക് ഈ സിസ്റ്റം വഴി നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് പറ്റും. ഫീഡർ മാത്രമല്ല, ഓരോ ടാങ്കിലും വെള്ളം ഓവർഫ്ലോ ചെയ്ത് വൃത്തിയാക്കാനുള്ള ഓട്ടോമാറ്റിക് വാട്ടർ ചേഞ്ച് സിസ്റ്റവും ഇവിടുണ്ട്. ഇതിനായി ഒരു വാൾവ് വെച്ച് 2 മണിക്കൂർ ഇടവേളകളിലും 20% വെള്ളം ഓവർഫ്ലോ ആക്കി മാറ്റുന്ന രീതിയാണിത്. ഇതുകൂടാതെ തന്നെ ടാങ്കിൻ്റെ അടിഭാഗത്ത് അഴുക്ക് കൂടുമ്പോൾ ഇടയ്ക്കിടെ വൃത്തിയാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഫാമിന്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് ചാലക്കുടി പുഴ തന്നെയാണ്. ചാലക്കുടി പുഴയുടെ തീരത്ത് തന്നെയാണ് നമ്മുടെ ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. പോരാതെ നമുക്ക് 2 കിണറും നമ്മൾ ഇതിനോട് ചേർന്ന് നമ്മൾ കുഴിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് അടിച്ചു കയറ്റുന്ന വെള്ളം ഒരു 25,000 ലിറ്ററിന്റെ ഒരു ഓവർഹെഡ് ടാങ്ക് നമുക്ക് മുകളിലുണ്ട്. അവിടെ അടിച്ചിട്ട് മോട്ടറും ഓരോ മണിക്കൂർ ഇടവിട്ടാണ് ഇവിടെ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യണത്. അത് കഴിഞ്ഞ് ഈ വെള്ളം ഓട്ടോമാറ്റിക്കലി ഓരോ മണിക്കൂർ ഇടവിട്ട് മാറി ഓരോ സെക്ഷൻ ടാങ്കുകളിലേക്കും വീണുകൊണ്ടിരിക്കും. അതിന് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ വന്ന് ഇടക്ക് തുറന്നിടുകയൊന്നും വേണ്ട, എല്ലാം ഓട്ടോമാറ്റിക്കലി വീണോളും. ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന വെള്ളം ഇവിടെ ഓവർഫ്ലോ പോവാനായിട്ടുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ആ ഓവർഫ്ലോ വഴി നമുക്ക് താഴെ സ്വല്പം വലുപ്പത്തിൽ തന്നെ ഒരു വേസ്റ്റ് പിറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ വെള്ളം താഴേക്ക് പൊക്കോളും.
ഈ 2 സിസ്റ്റവും ഇവർ തന്നെ സെറ്റ് ചെയ്തെടുത്തതാണ്. ഇതുമൂലം ശരിയായ സമയത്ത് തീറ്റ നൽകാനും മറ്റസുഖങ്ങൾ വരാതെ വളർച്ചാ നിരക്ക് കൂട്ടാനും ജോലിഭാരം കുറയ്ക്കാനും കഴിയുന്നുണ്ട്. ഫാമിൽ പവർ കട്ടായാൽ അറിയാൻ വേണ്ടി മൊബൈലിൽ മെസ്സേജായിട്ടോ കോളായിട്ടോ അലേർട്ട് വരുന്ന രീതിയും ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു അലാം സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. കറണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽക്കും ഹസ്ബൻഡിൻ്റെ ഫോണിൽക്കും മെസ്സേജ് ആയിട്ടും കോളായിട്ടും അലാം അടിക്കും. അതെങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് അലാം സിസ്റ്റത്തിൻ്റെ സെറ്റപ്പ് ബോക്സ്. നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഹസ്ബൻഡിൻ്റെ ഫോണിലേക്ക് കോൾ വരും. അത് കഴിഞ്ഞ് ഒരു ഇത്തിരി കഴിയുമ്പോൾ എൻ്റെ ഫോണിലേക്കും കോൾ വരും. ഇനി വീണ്ടും കറണ്ട് വന്നു കഴിഞ്ഞാലും വീണ്ടും അതേപോലെ തന്നെ പവർ അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് മെസ്സേജും വരും, കോളും വരും. അപ്പോൾ ഇലക്ട്രിസിറ്റി കട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. ഇങ്ങനെ കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ കോളും മൊബൈലിലേക്ക് വരും. കേരളത്തിന് പുറത്താണ് 90% അലങ്കാര മത്സ്യങ്ങളുടെയും വിപണനം. പ്രാദേശികമായി ഇവിടെ വിൽപ്പനയില്ല. ബാംഗ്ലൂർ, ചെന്നൈ, ഡൽഹി എന്നിവിടങ്ങളിലേക്കാണ് ഇവ കൂടുതലായി കയറ്റി അയക്കുന്നത്. 4 ഇഞ്ച് നീളമുള്ള മീനുകൾ 10 എണ്ണം വീതം പാക്ക് ചെയ്താണ് വിതരണം. ഫിഷറീസ് വകുപ്പിൻ്റെ എല്ലാവിധ പിന്തുണയും ഈ മത്സ്യകൃഷിയിൽ നിഖിൽദാസിന് ലഭിക്കുന്നുണ്ട്. കേരള സർക്കാരിൻ്റെ 2025 മികച്ച 2ാമത്തെ അലങ്കാര മത്സ്യ കർഷകയ്ക്കുള്ള പുരസ്കാരം ഉൾപ്പെടെ നിരവധി അവാർഡുകളും നിഖിൽദാസിനെ തേടിയെത്തിയിട്ടുണ്ട്. ഈ മത്സ്യകൃഷിയിൽ പൂർണ്ണ പിന്തുണയുമായി ഭർത്താവ് ദാസും നിഖിലിനോടൊപ്പമുണ്ട്. മുഴുവൻ സമയവും ഇവയെ പരിചരിച്ച് പൂർണ്ണമായും ഇതിൻ്റെ വിജയത്തിനായി മുന്നോട്ടു പോവുകയാണ് ഇരുവരും. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ കൃഷി ദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 695043. ഫോൺ 0471 27318770. ഇമെയിൽ ddkrishitvm@gmail.com.